വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അഹ്റോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ദൈവകൽപ്പനയ്ക്കെതിരായി തങ്ങളുടെ ധൂപകലശങ്ങൾ എടുത്ത് തീ കൊളുത്തിയതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി. അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു. അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അഹ്റോൻ നിശബ്ദനായിരുന്നു. ലേവ്യർ 10-ാം അധ്യായം 3-ാം തിരുവചനം. സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന പുരോഹിതർ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കാൻ പാടില്ലെന്ന് കർത്താവ് അഹ്റോനോട് കൽപ്പിച്ചു. ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ ഏതാണെന്നും അതിൽ അശുദ്ധമായതൊന്നിനെയും ഭക്ഷിക്കരുതെന്നും കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിക്കുന്നു. ഒട്ടകം, കുഴിമുയൽ, പന്നി എന്നിവയും അതുപോലെ ജലജീവികളിൽ ചിറകും ചിതമ്പലുമില്ലാത്ത മത്സ്യങ്ങളും ചില പക്ഷികളും കീടങ്ങളും നിഷിദ്ധമാണെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ലേവ്യർ 11-ാം അധ്യായം 45-ാം തിരുവചനം. മാതാക്കളുടെ ശുദ്ധീകരണ നിയമങ്ങളും രോഗത്താലുള്ള അശുദ്ധി, വസ്ത്രശുദ്ധി, കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം, ഭവന ശുദ്ധീകരണം, ശാരീരിക അശുദ്ധി എന്നിവയെക്കുറിച്ച് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നു. അഹ്റോന്റെ 2 പുത്രന്മാരായ നാദാബും അബീഹൂവും കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിന് ശേഷം കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം. കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. ലേവ്യർ 16-ാം അധ്യായം 2-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.